1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് പകലത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുക്കുന്നത്. I want to take your attention to Hebrews chapter 12 verses 1 through 3. ഈ വർഷത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് ഇയർ ഓഫ് ഫോക്കസ് എന്നുള്ളതായിരുന്നു. This year we were concentrating on the theme year of focus. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 13-14 വാക്യങ്ങളെ അധികരിച്ചുകൊണ്ടാണ് ആ ചിന്ത നമ്മൾ എടുക്കുവാനിടയായത്. We were focusing on Philippians chapter 3 verses 13 and 14. അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു പദമുണ്ട്, നിങ്ങളുടെ പരമവിളിയുടെ ലാക്കിലേക്ക് പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുക എന്നൊരു വാക്യമുണ്ട്. So it tells us that I focus on this one thing, forgetting past and looking forward to what lies ahead. I press on to reach the end of the race and receive the heavenly prize for which God through Jesus Christ is calling us. പരിശുദ്ധാത്മാവ് അന്ന് എനിക്ക് നൽകിയ ചിന്ത, ഈ വർഷം നമ്മൾ സ്പിരിച്വലായ കാര്യങ്ങൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുന്ന വർഷം ആയിരിക്കും, അങ്ങനെ നിങ്ങൾ ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കും എന്നാണ് നിങ്ങളെ പ്രബോധിപ്പിച്ചത്. As a church, we were focusing on the spiritual blessings and receiving heavenly blessings from the Lord. 7 വിധ കാര്യങ്ങളാണ് അന്ന് നിങ്ങളെ ഞാൻ പ്രബോധിപ്പിച്ചത്. And I have encouraged you with the 7 different titles. നിങ്ങൾ സ്വർഗീയ വിരുദിനായി നിങ്ങൾ ഫോക്കസ് ചെയ്യണം. Let us focus on heavenly prize. ദൈവം നിങ്ങൾക്ക് നൽകിയ ആത്മീയ കാഴ്ചപ്പാടുകൾക്ക് വിഷനായി ഫോക്കസ് ചെയ്യണം. Focus on our vision. ദൈവം നമ്മളെ ഏൽപ്പിച്ച മിഷന് വേണ്ടി നിങ്ങൾ ഈ വർഷം ഫോക്കസ് ചെയ്യണം. Focus on our mission. ദൈവം നമുക്ക് നൽകിയ വചനത്തെ പഠിക്കുവാനും വചനത്തിന് വേണ്ടി ഫോക്കസ് ചെയ്യണം. Let us focus on the word of God. ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ഫോക്കസ് ചെയ്യണം. Focus on a holy life. ഒരു പ്രാർത്ഥനാ ജീവിതത്തിന് വേണ്ടി ഫോക്കസ് ചെയ്യണം. Focus on our prayer life. നിങ്ങൾ കൂട്ടായ്മ വർദ്ധിപ്പിക്കുവാൻ ഫോക്കസ്, ഇത്യാദി 7 കാര്യങ്ങളെ പ്രബോധിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇങ്ങനെ ചെയ്താൽ ഈ വർഷം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുമെന്നുള്ളത്. And focusing on our fellowship and if we focus on these 7 things, we will have a blessed year. I encourage you. 8 മാസങ്ങൾ നമ്മളെ കഴിഞ്ഞു പോയി. And 8 months have passed us. 9-ാം മാസത്തിന്റെ പകുതിയോളം നമ്മൾ എത്തി. Now we are in the middle of the 9th month. ഒരു ചെക്ക് ലിസ്റ്റ് ഇട്ടാൽ how is your focus? ആത്മീയ ജീവിതത്തിൽ എങ്ങനെ നിങ്ങൾ ഫോക്കസ് ആയിരുന്നു? If you put a check mark, how was your focus this year? എങ്ങനെയുണ്ട് നിങ്ങളുടെ വചനവുമായി വചനത്തിലുള്ള ആഴമായ പഠനങ്ങൾ? How is your focus on the word of God? എങ്ങനെയുണ്ട് ഫെലോഷിപ്പ്? How is your fellowship? എങ്ങനെയുണ്ട് വിശുദ്ധ ജീവിതം? How is your holy life? എങ്ങനെയുണ്ട് പ്രാർത്ഥനാ How ജീവിതം? is your prayer life? നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റിയോ? Were we able to focus yet? അടുത്ത 3 മാസം മുമ്പിലുള്ളത് കൊണ്ട് ഒരു റിമൈൻഡിങ് സന്ദേശം, ഒരു റിമൈൻഡർ ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. കർത്താവ് നിങ്ങൾക്ക് ആരോഗ്യം നൽകിയാൽ അടുത്തൊരു 3 മാസം ആത്മീയ കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുവാൻ നിങ്ങൾ താല്പര്യം കാണിക്കും. As a reminder, for the next 3 months, let us meditate on this word today so that we can focus further on these things. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഫോക്കസ് എന്ന സബ്ജക്റ്റിനെ കുറിച്ച് ആസ്പദമാക്കി 3 കാര്യങ്ങൾ. Based on focusing, I want to share with you 3 major things today from the book of Hebrews. എബ്രായ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. And we are going to meditate from Hebrews chapter 12 verses 1 through 3. നമ്മൾ ഓട്ടത്തിൽ പ്രസംഗ വിഷയത്തിന്റെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വായിക്കും വേദഭാഗങ്ങൾ. And we will read that as we move on. 3 കാര്യങ്ങൾ അവിടെ നിന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. 3 things that we want to meditate from there. ഒന്ന്, ഫോക്കസ് ഓൺ യുവർ റേസ്. നിങ്ങളുടെ സ്വന്തം ഓട്ടത്തെ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. Number 1, you have to focus on your own race. പ്രധാനമായ ചിന്ത അതാണ്. That is my main topic today. എന്നാൽ 2 കാര്യങ്ങൾ സബ് പോയിന്റിംഗ് ആയി 2 കാര്യങ്ങളുടെ ആ ഭാഗത്ത് നമുക്ക് ഓർപ്പിക്കാനുണ്ട്. But 2 more things from the same portion. സമയം അനുവദിക്കുന്നെങ്കിൽ ഞാൻ അത് ഓർപ്പിച്ചോളാം. And if time permits, I will remind it. 2, ഫോക്കസ് ഓൺ യുവർ പ്രൈസ്. നിങ്ങളുടെ പരമവിളിയുടെ വിരുദിനായി, നിങ്ങളുടെ പ്രതിഫലത്തിനായി നിങ്ങൾ ഫോക്കസ് ചെയ്യുക. Focus on our prize, our eternal prize. 3-ാമത് അവിടെ 2-ാമത്തെ വാക്യത്തിൽ വാക്യം ഇങ്ങനെയുണ്ട്. The third one is ഫോക്കസ് ഓൺ യുവർ ജീസസ്. ഫോക്കസ് ഓൺ ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. The third one is focusing on Jesus, who is the author and the finisher of your faith. എബ്രായ ലേഖനം നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട് ആഴമായി. Now we have learned in detail the book of Hebrews here. 1 മുതൽ 11 വരെയുള്ള എബ്രായ ലേഖനത്തിന്റെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ ഡോക്ട്രിനാണ്. ഡോക്ട്രിൻ. Verses 1 through 11 is doctrine. 12 മുതൽ ബാക്കിയുള്ള അധ്യായങ്ങൾ പ്രാക്ടിക്കൽ ലൈഫിനെ കഴിക്കുകയാണ്. And 12 onwards is practical life. ഞാൻ കഴിഞ്ഞ ദിവസം കൊലോസ്യ ലേഖനം പറഞ്ഞതുപോലെ ക്രിസ്തുശാസ്ത്രപരമായി എഴുതിയ 2 ലേഖനമാണ് എബ്രായ ലേഖനം, കൊലോസ്യ ലേഖനം. So Hebrews and the book of Colossians are the 2 Christological epistles. ഇതിനകത്ത് ഓരോ അധ്യായത്തിലും, എബ്രായ ലേഖനത്തിലെ ഓരോ അധ്യായത്തിലും യേശു ശ്രേഷ്ഠനാണ്, യേശു
സുപ്രമസി സുപ്പീരിയറിറ്റീസ്, കർത്താവിന്റെ ശ്രേഷ്ഠത, ഔന്നിത്യത്തെ കുറിച്ച് പറയുകയാണ്. So in each chapter, the author talks about the supremacy or the uniqueness of Christ. എൻ്റെ പഴയ വിശ്വാസികളോട് ഞാൻ ചോദിക്കുമ്പോൾ അവരെല്ലാം ഒന്നാം അധ്യായത്തിൽ യേശു ആരെക്കാൾ വലിയവനെന്ന് വെച്ചാൽ എല്ലാവരും പറയും 13 അധ്യായം അവർ കാണാതെ പറയാൻ സാധ്യതകളുണ്ട്. So I'm very sure all the believers here will be able to tell me in each chapter what is the uniqueness of Christ. യേശു in chapter 1 പ്രവാചകന്മാരെക്കാൾ ഉന്നതനാണ്. So Jesus above the prophets. രണ്ടാം അധ്യായത്തിൽ ദൂതന്മാരെക്കാൾ യേശു ഉന്നതനാണ്. And chapter 2 above angels. മൂന്നാം അധ്യായത്തിൽ മോശയെക്കാൾ യേശു ഉന്നതനാണ്. Number 3 Jesus is above Moses. നാലാം അധ്യായത്തിൽ അഹരോനെക്കാൾ യേശു ഉന്നതനാണ്. Number 4 above Aaron. അഞ്ചാം അധ്യായത്തിൽ നാലാമത്തെ യോശുവേക്കാൾ, കറക്റ്റാണ്, അതാരാ പറഞ്ഞത്, യോശുവേക്കാൾ ഉന്നതനാണ്. In chapter 4 Jesus is above Joshua. അഞ്ചാം അധ്യായത്തിൽ അഹരോനെക്കാൾ യേശു ഉന്നതനാണ്. Chapter 5 above Aaron. ആറാം അധ്യായത്തിൽ അബ്രഹാമിനെക്കാൾ യേശു ഉന്നതനാണ്. Above Abraham. ഏഴാം അധ്യായത്തിൽ മൽക്കിസദേക്കിനേക്കാൾ. And above Melchizedek. പഴയ നിയമ ഉടമ്പടികളേക്കാൾ. Above new covenant and Old Testament covenants. സമാഗമന കൂടാരത്തേക്കാൾ. Above the tabernacle. പത്താം അധ്യായത്തിൽ പഞ്ചവിധ യാഗങ്ങളേക്കാൾ. And above the 5 different sacrifices. പതിനൊന്നാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരെക്കാൾ. Above the heroes of faith. 12 ഹാബേൽ രക്തത്തേക്കാൾ. In chapter 11 above the blood of Abel. യഹൂദ മതത്തേക്കാൾ യേശു ഉന്നതനാണ്. Chapter 13 യേശു ഉന്നതനാണ്. എന്നോട് ചേർന്നെല്ലാം പറഞ്ഞു യേശു ഉന്നതനാണ്. കേൾവിക്കാരെ കേൾക്കുക, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു എല്ലാ നാമത്തിലും മേലായ നാമമുള്ളതാണ്. Jesus name is above all other names. ഇവര് 11-ാം അധ്യായത്തില് in chapter 11 പഴയ നിയമത്തിലെ ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള വിശ്വാസ വീരന്മാരെ നിരത്തുകയാണ് പൗലോസ്. So Paul is bringing up all the Old Testament saints. അവരെ നിരത്തിയിട്ട് അവരുടെ വിശ്വാസത്തിൽ അവർ നേടിയത് നഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞ കാക്ക് ശ്രദ്ധിക്കണം. അവർ വിശ്വാസത്താൽ അവർ ചിലത് ഗെയിൻ ചെയ്തു, ചിലത് ലൂസ് ചെയ്തു. അവർ ലിസ്റ്റുകൾ കൊടുത്തിരിക്കുകയാണ്. So Paul is giving the list of whatever they have gained or whatever they have lost for this faith. മക്കളെ കേട്ടെ, 11-ാം അധ്യായം the New Testament cemetery എന്ന് അറിയപ്പെടുന്നത്. Chapter 11 is known as the New Testament cemetery. നിങ്ങൾക്കറിയാം Canterbury of the Bible എന്നാണ് അറിയപ്പെടുന്നത്. ഞങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? It is known as the Canterbury of the Bible. ഒരു സെമിത്തേരിയിൽ കല്ലറകൾ ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. So in a cemetery there are different graveyards or the tombs. എല്ലാ കല്ലറയുടെ മുമ്പിൽ ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. And in front of every like a graveyard there is one word. മിക്കവാറും മലയാളികളുടെ കല്ലറയ്ക്കത്തെല്ലാം ഒറ്റ വാക്യമേ ഉള്ളൂ. So if you go to all the Malayalis tombs there is usually one verse which we can see commonly. എന്തായിരിക്കും ബിച്ച? നല്ല വെറുതെ വിശ്വാസം കാത്ത് ഓട്ടം തികച്ചു. I have fought a good fight and I have finished my race. ഈ കല്ലറയിൽ ഡിഫറെന്റ് വാക്കുകളാണ്. But in this cemetery if you look every tomb has different titles. ആദ്യം ഹാനോക്കാണ്. First one is Enoch. ഹാബേലാണ്. ആദ്യം ഹാബേലാണ്. First one is Abel. ഹാനോക്കാണ്. Enoch. പിന്നെ ഇങ്ങോട്ട് നോഹയാണ്, മോശയാണ്, അബ്രഹാമാണ്, സാറയാണ്, ഐസക്. ഇവരെല്ലാവരും കല്ലറയിൽ ദൈവം തന്നെ ഒരു കമന്റ് പറഞ്ഞ് എഴുതി വെച്ചു. നിങ്ങൾ വായിച്ചാൽ കിട്ടും. So you can see the comment from God in each of their tombs. ഈ സെമിത്തേരിയിലൂടെ നമ്മളെ കൊണ്ടുവന്നിട്ട് and bringing us through that cemetery. 12-ാം അധ്യായത്തിൽ ഒരു ഓട്ടക്കളത്തിലേക്ക് കൊണ്ടു നിർത്തുകയാണ്. And in chapter 12 we are brought to a race track. സ്കൂളിൽ ഓടി സമ്മാനം മേടിച്ച ആരെങ്കിലും അകത്തുണ്ടോ? Are there any runners here who would run in the school? ജോയൽ മോനെ, ഇന്ന് എന്റെ കൂടെ മൊത്തം നീക്കേണ്ടി വരും. നീ കൈപോക്കെയുണ്ട്. ശ്രോത്ര പ്രസംഗിക്കാൻ എന്റെ കൂടെ നീക്കേണ്ടി വരും. So he is going to preach along with me today. 18 വയസ്സ് താഴെയുള്ള കൊച്ചുപിള്ളേർ ആരെങ്കിലും ഓടി സമ്മാനം മേടിച്ചിട്ടുണ്ടോ? Anyone below the age of 18 who are runners here? അനിയത്തി വെച്ച് പാര വെച്ച് കൊടുത്തു. നമുക്ക് പാര വെച്ച് കൊടുത്ത അനിയത്തി സാറമോള് ഓടി, അവള് സമ്മാനം മേടിച്ചിട്ടുണ്ട്. അന്നോ ജീനെ ഉണ്ടോ? ഓടിയിട്ടുണ്ടായിരിക്കും അല്ലേ? അമ്മ അടിക്കാൻ വിളിച്ചപ്പോൾ ഓടിച്ച കാര്യമല്ലേ പറഞ്ഞേ? സ്തോത്രം. ലിസൺ, ഈ പൗലോസ് ലീഗ ഒരു ഓട്ടക്കളത്തിൽ കൊണ്ട് നിർത്തുക നമ്മളെ. So Apostle Paul is bringing us to a race track. ദൈവമക്കളെ ബൈബിളിൽ വെളിച്ചമെന്നും സ്തോത്രം പടയാളിയെന്നും
നിങ്ങൾ ഉപ്പാണെന്നും പത്രമാണെന്നും ഇങ്ങനെയൊക്കെ ആലങ്കാരിക പദത്തിൽ ദൈവമക്കൾ വിളിച്ചിട്ടുണ്ട്. So there are many specifications given to the children of God in the Bible, that you are the light of the world, you are the newspaper, പൗലോസ് like that. ഇവിടെ നമ്മളെ വിളിക്കുന്നത് റണ്ണർ, ഓട്ടക്കാരനാണ്. Here Paul is describing the church or the believers as the runners. ഈ ഓട്ടക്കാരൻ ഒരു ഓട്ടക്കാരൻ ഓട്ടക്കളത്തിലേക്ക് വരുമ്പോൾ, so as this runner come to the race track, പ്രധാനമായി കാണേണ്ടെന്ന് അറിഞ്ഞിരിക്കേണ്ട 7 കാര്യങ്ങളുണ്ട്. There are 7 things that everyone should watch and they should know. There is a gallery, ഒരു വലിയ ഗാലറി ഉണ്ട്. There is a big gallery surrounding it. ഒന്നാമത്തെ വാക്യത്തിൽ കാണാൻ നമുക്ക് ഒരു റൗണ്ട് ഗാലറിയാണ് അവിടെ. So if you pay attention, you can see it's a gallery which is circle shape. ഗാലറി ഉണ്ടോ സാറമ്മൾ? ഗാലറി ഉണ്ട്. ഇവിടെ നിൽക്കണം, കുറച്ച് സമയം വിളിക്കും കഴിഞ്ഞ്. ഗാലറി ഉണ്ടല്ലേ ഓട്ടക്കളത്ത്? ഗാലറി ഉണ്ടോ? So there's in the race track, have you ever seen a gallery? അവിടെ ആ ഗാലറിയിൽ നമ്മൾ ഓടുമ്പോൾ ഗാലറി ഇരിക്കുന്ന പുള്ളികള് മിക്കവാറും ഫോണിൽ കളിച്ചോണ്ടിരിക്കും. കാരണം ഇവർക്ക് ഈ കളിയെ കുറിച്ച് ഒന്നും ഐഡിയ ഒന്നുമില്ല. So some people are not paying attention because they're not interested in that. പക്ഷേ സാറ ഓടാൻ നിൽക്കുമ്പോൾ സാറുടെ മമ്മിയോ ഡാഡിയോ ഗാലറിയിൽ ഉണ്ടെങ്കിൽ, but suppose Sarah's parents are among the audience or in the gallery there, എങ്ങനെയായിരിക്കും റെസ്പോണ്ട്? എങ്ങനെയായിരിക്കും ഈ സാബു അങ്കിൾ എന്ത് ചെയ്യും? സാബു അങ്കിൾ ഇറങ്ങിപ്പോയി, ഇവിടെ ഉണ്ടോ? ഉണ്ട്. സാബു അങ്കിളിന്റെ മുഖത്തെ ഫേസിന്റെ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും? So what do you think Sabu uncle's face would be if Sarah is in the track running a race? മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ നോക്കട്ടെ, ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ എത്തിപ്പിടിച്ചൊക്കെ വലിഞ്ഞൊക്കെ നോക്കത്തില്ലേ? If there is anyone standing in front of him, he will remove all the obstacles and say, let me see my daughter running. ഇവിടെ ഗാലറിയിലും, so even in this gallery in chapter 12 നിൽക്കുന്നു. so there are many people standing in the gallery. ഒന്നാമത്തെ വാക്യം നോക്കിക്കേ, നാമം. വായനക്കാട് പറയാ നാമം. so in chapter 1 you see that therefore നിൽക്കുന്നു. the great പറഞ്ഞാട്ടെ cloud of witness നിൽക്കുകയാണ്. so as we are standing in the race track, there is a great cloud of witness standing in the gallery. There is two type of the group of people നമുക്ക് കാണാൻ കഴിയും. we can see 2 group of people there. ഓടാൻ നിൽക്കുന്നവർ എന്തായാലും ഇരിക്കുകയല്ലല്ലോ. so those who are running, they are not sitting. ഓടുമ്പോൾ ഇരിക്കുവാരെങ്കിലും പോയി അവിടെ പോയി ഇരിക്കുന്നവരെ കാണിക്കാൻ പോവുകയാണ്. ട്രാക്കിൽ ഇരിക്കുന്നവരെ ഞാൻ കാണിക്കാനാണ് പോകുന്നത്. അപ്പം ട്രാക്കിൽ കുറച്ച് മനുഷ്യർ നിൽക്കുകയാണ്. so in the race field or in the track, there are many people standing to run. പക്ഷേ കുറെ പേര് ഗാലറിയിൽ നിൽക്കുന്നുണ്ട്. but in the gallery some people are standing. എപ്പോഴായിരിക്കും സാധാരണ ഗാലറി നിൽക്കുന്നേ? so when do we stand in the gallery? ഇന്ന് 12 മണി കഴിഞ്ഞിട്ട് ഏഷ്യ കപ്പ് ഉണ്ട്, ക്രിക്കറ്റ് കളിയുണ്ട്. മിക്കവാറും എല്ലാവരും പോയി കളി കാണാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ മലയാളി സാംസൺ അടിക്കാൻ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ എല്ലാം ഇരുന്ന് ഉറങ്ങുമോ ചാടി എഴുന്നേക്കുമോ? so there's Asia Cup happening this afternoon, and I wish you are all going to watch, and if Malayali is batting, how would you respond? നിങ്ങൾക്ക് ആ കളിയോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? if you are interested in cricket, what would you do? എഴുന്നേൽക്കും, ആവേശം കാണിക്കും. when something exciting happens, you will also stand in excitement. ആവേശം കാണിക്കും. so you will show excitement if you are interested. ഇവിടെ ഒരാൾ ഓടാൻ നിൽക്കുകയാണ്. so here someone is running. സാർ നമുക്ക് എന്നോട് നിൽക്കാൻ കുറച്ച് സമയം. are you ready to stand with me? come മോളെ, നീ എൻ്റെ പോന്നല്ലേ, വാ. ഈ മോക്ക് ഒരു ട്രാക്ക് ഉണ്ട്, 2 ട്രാക്ക്. നിങ്ങൾ ഈ ട്രാക്കിൽ ഇങ്ങനെ കണ്ടാൽ മതി. ട്രാക്കാണ്. so suppose this is a track. ഇവിടെ ക്രിസ്തീയ ഓട്ടക്കാരന്റെ ട്രാക്ക് എന്ന് പറയുന്നത്, so for a Christian runner, their track is 9:24 കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ ചട്ടപ്രകാരം എന്ന പദമുണ്ട്. ചട്ടപ്രകാരം. 1 Corinthians chapter 9 verse 24. വായിക്കും, ശ്രദ്ധിക്കണം, എന്നോട് നിൽക്കണമേ. ഈ ക്രിസ്തീയ ഓട്ടക്കാരന്റെ ട്രാക്ക് എന്ന് പറയുന്നത് വചനമാണ്. ഒന്നാമത്തെ ചിന്ത, ട്രാക്ക് വചനമാണ്. so for a Christian runner, their track is the word of God. ഈ ട്രാക്കിൽ നിന്ന് അടുത്തൊരു ട്രാക്കിലേക്ക് ഓടിയാൽ ഈ കുട്ടി എന്തായി മാറും? so if she runs in someone else's track, what will happen to her? disqualified ആയി മാറും. if we run in someone else's track, we will be disqualified. ഈ മോള് ഓടാനായിട്ട് നിൽക്കുമ്പോൾ, as she is about to run, കുറേ പേര്
നമ്മുടെ കാഴ്ചപ്പാട് കുറേ പേര് ഗാലറിയിൽ ഇരിപ്പുണ്ട്. So some people are sitting there watching. അവർക്ക് ഇതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. So they are not very interested. പക്ഷെ ഞാൻ പറയുന്ന ഈ വചനത്തിൽ But in Hebrews chapter 12, lot of people are standing. അവര് നിൽക്കുകയാണ്. No, there are people standing in the gallery. അറിയാമോ? You know why they are standing? ഇവൾ ജയിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട്. No, they want her to win. എന്താ സഹോദരനെ താങ്കൾ നിൽക്കുന്നേ? ഞാൻ ഇരിക്കും. ഞാൻ ഈ മോളെ ഓടിയാൽ ഞാൻ ഇരിക്കും. So suppose I will sit, if she is running, then why is our brother stand? എനിക്ക് വലിയ വിഷയമൊന്നുമില്ല. സാറ ജയിച്ചാൽ എനിക്ക് വലിയ വിഷയമൊന്നുമില്ല. അവരുടെ ട്രോഫി എനിക്ക് എന്താ പ്രശ്നം? So my attitude will be, if Sarah gets a trophy, ഞാൻ ഫോണിൽ കളിച്ചോണ്ടിരിക്കും അന്നേരം. So I will play in the phone. ഞാൻ അന്നേരം നാട്ടിൽ എങ്ങനെ വസ്തു വിൽക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. So I will think about how to sell my property. എനിക്ക് ആവശ്യത്തിന് കാര്യമില്ലല്ലോ. So I'm not excited about it. പക്ഷേ അവിടെ ഇരിക്കുന്ന വ്യക്തികൾ, but the cloud of witnesses, അവരുടെ മുഖത്തിന്റെ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം they are standing. അവർക്ക് ഈ കുട്ടി ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. They are very interested that she must win.
കാത്തിരുന്ന ഒരു മനുഷ്യൻ അവിടെ വെളിയിരിപ്പുണ്ട്. You can see a man who waited long 25 years even after he heard the promise. പറഞ്ഞ വാക്കെന്തെന്ന് അറിയാമോ? This is what Abraham would tell you. സാരമില്ല ഈ കഷ്ടങ്ങൾ. It's okay, brother. സാരമില്ല ഈ ഭാരങ്ങൾ. It's okay, sister. നിനക്ക് മുന്നോട്ട് ഓടാൻ പറ്റുന്ന ഞാൻ ജയിച്ചവനാ. You know, I have won and you can win too. ഏലിയാവിന് പറയാൻ പറ്റുന്നത് അറിയാമോ? You know what Elijah would tell you? ഒരൊറ്റ വാക്ക് ഞാൻ തളർന്നു പോയവനാ. You know, I was frustrated with the one word. ഞാൻ വീണുപോയി. You know, I was was in despair. ഞാൻ ഓടി 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 അവന്റെ കൂടെ പോയ പുള്ളിയാ. No, but you know, he still ran and reached there. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ ധൈര്യപ്പെടുത്തി എൻകറേജ് ചെയ്ത് പറയുന്നു, നിങ്ങളുടെ ട്രാക്കിൽ വീണ് പോകാതിരിക്കുക. ഇന്ന് പകൽക്കാലം ഭാരങ്ങൾ ഇറക്കി വെച്ചിട്ട് ഓടുവാ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുക. ഭാരം നമ്മുടെ കൂടെ പറപ്പ, പക്ഷേ നമ്മുടെ ഓട്ടം നമ്മൾ ഓടിയേ തീരുകയുള്ളൂ. Hallelujah. Burdens will be part of our life, but we have to focus on our race. So രണ്ടാമത്തേത് ഇന്റേണൽ കുറച്ച് കാര്യങ്ങളുണ്ട്. Number 2, what you have to lay aside is some internal things. It is called sin. സഭകളിൽ പാപത്തെക്കുറിച്ച് പ്രസംഗിക്കരുതെന്ന് ഇന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ്. No, we live in an era that we should not preach about sins inside the church. ഞാൻ അല്ലെങ്കിൽ യൂത്തിന്റെ പാസ്റ്റർ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ എല്ലാ സൺഡേയിലും ഇവിടെ പാപബോധം വരുത്തുന്ന സന്ദേശങ്ങൾ പറയാറുണ്ട്. But in our church, in one of the services, like we preach about sin and leading to repentance. നിത്യത വരെ Our race starts from the day that we become saved until we finish our. We have to finish this course. No, let us take a decision today that I will leave behind every sin that is standing in my way to finish my course. മക്കളെ, നിനക്ക് അച്ഛ, അമ്മ, അമ്മച്ചി, സന്തോഷേ, നിനക്ക് ആഗ്രഹമുണ്ട് പല പാപങ്ങളും വിടണമെന്ന്. പക്ഷേ നിന്നെ മുറുകപ്പെട്ട ചില പാപങ്ങളുണ്ട്. അതിന് പരിശുദ്ധാത്മാവിനാൽ ഇന്ന് പകൽ ശുദ്ധീകരിക്കുന്ന പകലായി മാറട്ടെ. നമുക്ക് മുന്നോട്ടോടാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ പാപപ്രവൃത്തികളെയും ഇന്ന് പകൽ വിട്ടേ വരികയുള്ളൂ. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ തീരുമാനമെടുക്കാൻ കഴിയുന്നവർ, ഇതിനോട് പ്രതികരിക്കാൻ കഴിയുന്നവർ ദൈവസ്തോത്രം ചെയ്തു തുടങ്ങട്ടെ. Hallelujah. Many times we want to get rid of every sin, but this will stuck on to us, that it will not let us go, but by the power of the Holy Spirit we have to overcome it today. മക്കളെ ശ്രദ്ധിച്ചേ, ഈ ഗെയിമിന്, ഈ ഓട്ടത്തിന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒന്നുമില്ല. So for the good thing is that there is no first, second or third for this race. എപ്പോ ഇറങ്ങിയെന്നോ എപ്പോ ഓടി തുടങ്ങിയെന്നോ അല്ല വിഷയം. ഓട്ടം തികയ്ക്കുന്നവർക്കെല്ലാം സമ്മാനമുണ്ട്. So it doesn't matter when did you start the race or when did you finish the race, but if you have finished the race or if you have reached the goal, you will get the award. ഇറങ്ങിട്ട് 5 കൊല്ലം ആയോളൂ, സാരമില്ല. No, is it only 5 years? It's okay. 10 കൊല്ലം ആയോളൂ, സാരമില്ല. Is it only 10 years? It's okay. എനിക്ക് പണ്ടേ ഇറങ്ങാൻ പറ്റിയില്ലല്ലോ എന്നൊന്നും ചിന്തിക്കണ്ട നീ. Don't worry that I did not start early. നീ ഇറങ്ങി അന്ന് മുതൽ ദൈവത്തിന്റെ മുഖം കാണുന്നവരെ സ്ഥിരതയോടാണ് നിനക്ക് കഴിയുന്നെങ്കിൽ നിനക്ക് ഒരു സമ്മാനം, ഒരു പരമവിളിയുടെ വിരുദിനേക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. But if you are persistently running the race, with endurance, you will receive the award when you finish your course. ഞാൻ വേഗത്തിൽ ഓർപ്പിക്കട്ടെ, ആര് കാര്യങ്ങൾ പറഞ്ഞു കുറച്ച് അവസാനിപ്പിക്കാം. Let me finish fast. ഡ്രസ്സ് നിങ്ങൾ വെയിറ്റ്ലെസ് ആക്കി മാറ്റുക. So we have to make sure we are wearing weightless jersey. നാലാമത് ഒരു ഓട്ടക്കാരൻ അറിയേണ്ട കാര്യം, the fourth thing that a runner should know കോൺസ്റ്റൻസി എന്ന പദമാണ്. കോൺസ്റ്റൻസി എന്ന പദമാണ്. കൺസിസ്റ്റൻസ്, സ്ഥിരതയോടെ ഓടുക എന്നൊരു മലയാളത്തിൽ വാക്ക്. So consistency is the fourth point. ഇന്നലെ കുറെ ട്രാക്റ്റുകൾ ഞങ്ങൾ പാക്ക് ചെയ്യാനായിട്ട് കുറെ നിന്നു. So yesterday we packed many tracks. ആദ്യം തുടങ്ങി അന്നേരം മുതൽ അവസാനം വരെ നിന്ന 1-2 പേരേ ഉള്ളൂ. So only a couple of people stayed from the beginning to the end. കുറെ നേരം എൻ്റെ ഒരു മോൻ വന്ന് സഹായിക്കാൻ തുടങ്ങി. So after a while, one of my sons came and അവൻ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവന് കാല് കഴിച്ചു. So after 5 minutes, he was feeling weak. അവൻ എല്ലാം മുങ്ങുന്നത് ഞാൻ കാണുന്നുണ്ട്, ഞാൻ കാണാത്ത പോലെ നിന്നു. So I saw, how he, like skipped in a tricky way. അവൻ പോയിട്ട് അടുത്ത ആൾ വന്നു. So then, someone else came. അവനും വന്ന് തട്ടിമുട്ടിയൊക്കെ നോക്കിയിട്ട് അവനും പോയി. So he, stood around a little time and then he left as well. അവരൊക്കെ നന്നെ നോക്കി ചിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. So they're all looking at me and smiling. They know who they are. നിങ്ങൾ വിചാരിക്കുന്ന ഈ പാസ്റ്റർക്ക് 10 കണ്ണാണോ? പാസ്റ്റർക്ക് 10 കണ്ണുള്ള പുള്ളിയാണ്. So you might be thinking, if I'm noticing all these things, yes I am. അതൊക്കെ ഓക്കെയാ മക്കളെ. So it's all okay, children. നിങ്ങൾ തുടങ്ങിയ എഡ്യൂക്കേഷൻ പകുതി വെച്ച് പോയാലും
പോകരുത് പോകരുത്, പോയാലും സാരമില്ല. Doesn't matter even if you have to stop your schooling halfway, don't stop it, but it would be okay if you have to. ഒരു ബിസിനസ് പകുതി വെച്ച് നിർത്തിയാലും നിർത്തരുത്, സാരമില്ല. If you have a business that you started, if you had to stop halfway, it will be okay, but let that not happen. എനിക്ക് വല്ലാത്ത ദൈവസ്ഥാനത്ത് അനുഭവിക്കും. എന്നോട് പരിശുദ്ധം പറയാണ്, നീ തുടങ്ങിയ പല സഭകളും നിർത്തേണ്ടി വന്ന കുഴപ്പമില്ല, പക്ഷെ നിന്റെ പേഴ്സണൽ റേസ്, ഹലോ നിന്റെ പേഴ്സണൽ ഓട്ടം നീ ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ you will lose lot of things. ഒത്തിരി കാര്യം നിനക്ക് പരാജയമായി പോകും. It doesn't matter many things, many endeavors that you have started. If you have to stop in midway, it would be okay, but one thing that you cannot lose is your personal race. എന്നോട് ചേർന്ന് ഈ വചനം മനസ്സിലാകുന്ന എത്ര പ്രിയപ്പെട്ടുണ്ട്. പറഞ്ഞാട്ട് കർത്താവേ, ഞാൻ തുടങ്ങിയത് പലതും നിർത്തേണ്ടി വന്നാൽ സാരമൊന്നുമില്ല, പക്ഷെ എൻ്റെ വ്യക്തിപരമായ ഓട്ടം എനിക്ക് തികക്കണം. അതാണ് എൻ്റെ ഈ വർഷത്തെ ഫോക്കസ്. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത്. പറയാൻ പറ്റുന്നവർ എല്ലാ പ്രിയപ്പെട്ട നാവുകൾക്കും ദൈവത്വം സ്തോത്രം പ്രാർത്ഥിക്കട്ടെ. ഇനി മെസ്സേജ് ഒന്നും പറയാൻ പറ്റില്ല, കുഴപ്പമൊന്നുമില്ലെന്ന്. പക്ഷേ പരിശുദ്ധാത്മാവ് ഇന്ന് പറയുന്നു, ചില പ്രിയപ്പെട്ടവരോട് ദൈവം പറയുകയാണ്, നിന്റെ ഭാരത്തെ നീ ഇറക്കി വെക്കണം, നിന്റെ പാപത്തെ തള്ളിക്കളയണം. ഇന്ന് പകൽ നിനക്കൊരു സ്ഥിരത ഉണ്ടാകണം. നീ ഓടിയേ മതിയാകുകയുള്ളൂ. കാരണം നിന്നെ അങ്ങനെ വിളിച്ചതാ, വലിയ പർപ്പസോടെ വിളിച്ചതാ, അങ്ങനെ വലിയ വിളിയെ നിനക്ക് നൽകി, പരമ വിളിയെ നിനക്ക് നൽകിയത് ഡിവൈൻ കോളിംഗ് ആണ്. അതുകൊണ്ട് നീ ഓടിയേ പറ്റൂ. ഓട്ടത്തിന് ഇനി വേണ്ട അഞ്ചാമത്തെ കാര്യം സെറ്റ് എ ഗോൾ. രണ്ട് കാര്യം പറയുന്നു, ഓട്ടക്കാരന്റെ നോട്ടവും ഓട്ടക്കാരന്റെ ധ്യാനവും. So his focus and his meditation. എവിടെ നോക്കേണ്ടത്? മൂന്നാമത്തെ വാക്യത്തിലുണ്ട്. Where should a runner should look? ഓടി ജയിച്ച് സിംഹാസനത്തിൽ ഇരിക്കുന്ന പുള്ളിയെ നോക്കണം. So you have to look at all those winners who have completed. He is your pioneer and finisher എന്ന് എഴുതിയേക്കുന്നു. നിന്റെ തുടക്കവും അവസാനവും അവനാ. So Jesus is known as the author and finisher, the pioneer or the finisher. ഒരു കാര്യം തുടങ്ങിയാൽ ഫിനിഷ് ചെയ്യാൻ ദൈവത്തിന് പറ്റും. If God starts a good thing in your life, he can finish it. ഇന്ന് ആലയത്തിൽ ആദ്യം 8:30 വന്നപ്പോൾ ഞാൻ കേട്ട വാക്യം ഇതാണ്. When I came to this sanctuary at 8:30, this is what I heard. 138 സങ്കീർത്തനം പാസ്റ്റർ ഡീൻ ഇവിടെ വായിക്കുകയാണ്. Pastor Dean was reading Psalms 138. 138ന്റെ അവസാന വാക്യമാണെന്ന് തോന്നുന്നു. 138 അവസാന വാക്യം ഇങ്ങനെ വായിച്ചത്. I think it is the last verse of Psalms 138. I will accomplish എന്ന് പറഞ്ഞ പദമാണ്. ഞാൻ 138 അവസാന വാക്യം ഒന്ന് വായിക്കാമോ? 138 അവസാന വാക്യം, 138 അവസാനം. Psalms 138 verse last word. യഹോവ നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. The Lord will accomplish what concerns me. Our God is a God of perfect. കർത്താവ് പെർഫെക്റ്റ് ആയി തീർക്കുന്ന ദൈവമാണ്. Our God is a God who can perfect everything that concerns us. ദൈവത്തിന്റെ പ്ലാനുകൾ ഫിനിഷ് ചെയ്യാൻ ദൈവത്തിന് പറ്റുമെന്ന്. Hallelujah. God can perfect his plans about your life. പോകുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. Our God will not just start and leave നിന്നെ വിളിച്ചു വേർതിരിച്ചിട്ട് പണിയിട്ടു പോകുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. Our Lord will not leave you halfway. ഇന്ന് പകൽ ആരോടൊക്കെ പരിശുദ്ധം പറയുന്നു, നിങ്ങൾ തുടങ്ങിയ നല്ല കാര്യത്തെ തീർക്കുവാൻ കഴിവുള്ള ദൈവത്തെ ഞാൻ സേവിക്കുന്നു. Hallelujah. We serve a Lord who can perfect everything that is concerning us. മക്കളെ, നീ എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ട് നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ നീ ഭാരപ്പെടുന്നുണ്ടോ? Maybe you have started out your education and you're not able to get to the point. God will accomplish. ദൈവം അത് സമാപ്തി വരുത്തും. Hallelujah. Believe that your God will accomplish what is concerning you today. നീ ഒരു കാര്യം തുടങ്ങി വെച്ചിട്ട് എവിടേക്കോ പകുതി വെച്ച് നിർത്തേണ്ടത് പോലെ നിനക്ക് തോന്നുന്നുണ്ടോ? Do you feel like, Lord, would I have to leave it halfway? ഞാൻ എൻ്റെ ജനത്തിന് വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. Lord, we believe that you are a Lord who would perfect everything concerning us, Lord. എൻ്റെ നോട്ടം എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ But for a runner, his eyes should be. ഈ ഓട്ടം ഫിനിഷ് ചെയ്യാൻ കൂടെ നിൽക്കുന്ന യേശുവിൽ നിന്നാണ്. You have to focus on Jesus who will help you finish this race. ധ്യാനം അവനിലാണ്. അത് അവസാനം ഞാൻ പറഞ്ഞു. Your meditation should be upon him. ആറാമത്തെ കാര്യം, the sixth point is, നിങ്ങൾ don't lose your heart. നിങ്ങൾ ക്ഷീണിച്ചു പോകും. നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആയി പോകരുത്. We should not lose our heart. ഓട്ടക്കാരൻ ഒരിക്കലും ക്ഷീണിച്ചു പോകരുത് കേട്ടോ. So the runners, please don't get disappointed or don't lose your heart. ആ വാക്യം ഒന്ന്
വായിച്ചേ, എത്രാമത്തെ വാക്യമാണ്? If you would read that verse, chapter 12. മൂന്നാമത്തെ വാക്യം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിക്ക് മടുത്തു പോകാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുക. ധ്യാനിക്കണം. ക്ഷീണിച്ചു പോയാൽ എവിടെ ഇരിക്കും നിങ്ങൾ? So if we get tired, what happens to us? എന്നോട് കേട്ടെ, ഞാൻ വേഗത്തിൽ പറഞ്ഞ അവസാനം. ക്ഷീണിച്ചു പോയാൽ, ഈ മോളുടെ ട്രാക്കാണിത്. So this is Sarah's track. ഈ ട്രാക്ക് ഇവക്ക് വേണ്ടി മാത്രമല്ല. So this track is not just for her. her. മാരത്തോൺ ഓട്ടം, കുറെ പേര് ഓടി വരുന്നുണ്ട്. So this is a marathon race, so many people are following her. ഉണ്ടോ ഇല്ലേ? Is it there? എന്റെ പുറകെ എന്റെ ജെറമി ഓടി വരുന്നു. So behind me my son would be running. ജെറമിയുടെ പുറകെ ജെറമിയുടെ മോൻ ഓടി വരും. So Jeremy is behind Jeremy, his family. സ്വതന്ത്രം പറഞ്ഞോ. Amen. ഇവിടെ പ്രായമുള്ള ഈ സഭയുടെ പൈനീഴ്സ് ആയിട്ടുള്ള ബേക്കുടിച്ചാൻ ജോസാൻ ഇരിപ്പുണ്ട്. ഞങ്ങളൊക്കെ പ്രായമായി വരികയാ. ഞങ്ങളുടെ പുറകെ കുറെ യൗവനക്കാർ പുറകെ ഓടി വരുന്നുണ്ട്. So there are youngsters running behind the pioneers of this church. കഴിഞ്ഞ 16 വർഷം ബേക്കുടിച്ചാനും ജോസാനും ട്രാക്കിൽ പാപം ചെയ്ത് വീണ് ഇരുന്നില്ല. ഇരുന്നെങ്കിൽ ഞാൻ ഈ ദേശ സാക്ഷി നഷ്ടപ്പെടുത്തിയെങ്കിൽ, ഞാൻ പാപത്തിൽ വീണെങ്കിൽ, ഞാൻ ഈ ട്രാക്കിൽ മുടന്തിയിരുന്നെങ്കിൽ ഒരൊറ്റ എണ്ണം നമ്മുടെ പുറകെ ഓടിറങ്ങി വരത്തില്ല. So there won't be anyone to follow us if we get tired of the running or if we fall behind. ഈ സന്ദേശം പ്രിപ്പയർ ചെയ്യുമ്പോൾ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, അണ്ടിൽ നിന്റെ മുഖം കാണുന്നവരെ പാപത്തെയും ഭാരവും പാപം കൊണ്ട് വഴിയിൽ മുടന്തിരിക്കാൻ അനുവദിക്കരുത്. ഇരുന്നാൽ എൻ്റെ പുറകെ വരുന്ന സാറ് മറിഞ്ഞു വീഴും. 12 വാക്യം വായിച്ചു നിങ്ങൾ. 11-12 എനിക്ക് എല്ലാം സന്ദേശം 11-12 വാക്യം നോക്കിക്കേ. വേഴ്സ് 11 and 12 എന്താണെന്നറിയാമോ? അവിടെ കൊടുത്തിരിക്കുന്ന കാര്യമുണ്ട്. എന്താ? 12 വാക്യം വായിച്ചേ. ആകയാൽ ആരെങ്കിലും തളർന്നു പോയിട്ടുണ്ടോ? So are there anyone who are weak and tired? ട്രാക്കിൽ തളർന്നവരാരെങ്കിലും ഉണ്ടോ? Is there anyone who is feeling weak? നമ്മൾ പെർഫെക്റ്റ് മനുഷ്യരല്ല. None of us are perfect. വീഴ്ച വരാം. We may fall. കുടഞ്ഞ കൈയുണ്ടോ? No, we may feel weak. ഓടാൻ എന്തൊക്കെയാ വേണ്ടുന്നേ? What do you need to run? കാല വേണ്ടുന്നേ. We need our legs. ഒരു ശരീരം വേണം. We need a good body. എവിടെങ്കിലും നിങ്ങൾ തളർന്നു പോയിട്ടുണ്ടോ? മോനെ ശ്രദ്ധിക്കണേ, തളർന്നു പോയിട്ടുണ്ടോ? Are you feeling weak anywhere? നിവർത്ത്. No, let us strengthen them. കൈ നിവർത്ത്. Let us straighten our hands. 13 വാക്യം കാണിച്ചേ. Verse 13. ഏത് ശിഷ്യൻ തൽക്കാലം സന്തോഷകരമല്ല, അല്ല മുടന്തുള്ളത് ഉളുക്കി പോകാതെ ഭേദമാകേണ്ടതിന്. നിങ്ങൾ നോക്കിക്കേ, നിങ്ങളുടെ പുറകിൽ അല്പം മുടന്തുള്ള ഒരാൾ പുറകെ വരുന്നുണ്ട്. അല്പം മുടന്ത്. ഈ പുള്ളി എങ്ങനെയെങ്കിലും ഒന്ന് ഓടി എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. So suppose someone in a little lane coming behind you, he somehow wants to finish the race. നിങ്ങളുടെ കാലിന് എന്ത് ചെയ്യണം? യു ഷുഡ് ക്ലീൻ ദ വേസ്. ആ പാദം നിങ്ങൾ എന്ത് ചെയ്യണം? So what you have to do is you have to straighten past your feet. ഒന്ന് മുടന്തിയിരുന്നാൽ, if you are feeling weak, മോളുടെ കൂട്ടുകാരി മുടന്തി വടിയിൽ ഇരുന്നാൽ, if your friend is sitting there, മോള് ചെന്ന് പറയണം, മക്കളെ എഴുന്നേക്ക് നീ. So you have to go strengthen her. നമ്മുടെ പിതാക്കന്മാരൊക്കെ പലപ്പോഴും വീണു പോയിട്ടുണ്ട്. Maybe our fathers have fallen in between. അവർക്ക് എഴുന്നേറ്റ് മക്കളെ. But they stood up from where they fell from. They stood up and ran. ഒന്നിച്ച് ഓടാം. They encouraged each other to run. I hope you are following me. അതിനാ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. That is what we call fellowship. വീണവനെ വഴിയിട്ട് ചവിട്ടിട്ട് പോകുന്നതല്ല ഫെലോഷിപ്പ്. No, fellowship is not leaving behind who has fallen. വീണവനെ കൂടെ ചേർത്ത് നിർത്തി അവനെ ഒന്ന് താലോലിച്ച്, സാരമില്ല നിനക്ക് ഇനിയും അവസരമുണ്ടെന്ന് പറഞ്ഞ് ഒന്ന് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകുന്നതാണ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. But strengthening them and encouraging them that we have more opportunity, let us run. അവസാനിപ്പിക്കുക. I'm concluding. ഒരു ഓട്ടക്കാരന് ഡിസിപ്ലിനും ട്രെയിനിങ്ങും ആവശ്യമുണ്ട്. So the runner also needs discipline and training. അത് 6 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. Verse 6 onwards you can see that. 6 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളായിരിക്കാം പരിശീലനത്തെ കുറിച്ച്, ഡിസിപ്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. So verses following verses tells about how a person should train. മക്കളെ 10ാമത്തെ വാക്യം കൺക്ലൂഷൻ ഇതാ. ഡിസിപ്ലിനും ട്രെയിനിങ്ങും നൽകുന്നത് എന്തിനാണെന്നറിയാമോ? So why a runner is given discipline and training? 10ാമത്തെ വാക്യത്തിൽ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ ദൈവം നിങ്ങൾക്ക് നൽകുന്നതിന്റെ the ultimate purpose എന്ന് പറയുന്നത്, the ultimate purpose of spiritual discipline is നാം അവന്റെ വിശുദ്ധി പ്രാപിക്കണം.
that we will, share in His holiness, or we will become partakers of His holiness. How many are ready to finish your race, own race? നിങ്ങളുടെ ഓട്ടം തികയ്ക്കാനായിട്ട് ആഗ്രഹമുള്ള എത്ര പേർ? How many of us would want to finish our race well? ഒറ്റ ചിന്തയെ പറഞ്ഞോളൂ. രണ്ടാമത്തെ ചിന്ത നിങ്ങൾ 1 കൊരിന്ത്യർ 9:24 വാക്യങ്ങളാണ്. The second thought was from 1 Corinthians chapter 9 verse 24. Focus on your price. Focus on your price. എന്താണ് 1 കൊരിന്ത്യർ 9:24-25 വാക്യങ്ങൾ? 1 Corinthians 9:24. ഓട്ടക്കുളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ഒത്തിരി പേരുണ്ട്. ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ. നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം വിരുദ് പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവീൻ. That is our aim. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? വിരുദ് പ്രാപിപ്പാൻ. എന്താ? Focus on your price. വിശദീകരണം പോകുന്നില്ല. മൂന്നാമത്തത് എബ്രായ ലേഖനം 12:3 പറഞ്ഞു, ഈ ഓട്ടക്കളത്തിൽ focus on your Jesus. So the third one is, in from chapter 12 verse 3, focus on Jesus, who is the pioneer and the finisher of our faith. എനിക്ക് പറഞ്ഞ് വിശദീകരിച്ച് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിലും എവിടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഓട്ടക്കളത്തിൽ ഇരുന്നു പോകുന്ന സാഹചര്യങ്ങൾ, അപമാനങ്ങൾ, പ്രയാസങ്ങളൊക്കെ തോന്നുമ്പോൾ എന്താ പറഞ്ഞെന്നറിയാം പൗലോസ്? പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നിങ്ങൾ എന്ത് ചെയ്യണം? ധ്യാനിച്ചുകൊള്ളുവീൻ. ധ്യാനപീഠമതിൽ കയറി ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ നമ്മുടെ അകത്തെ കണ്ണുകൊണ്ട് എന്താ കാണേണ്ടെന്നറിയാമോ? ധ്യാനത്തിന്റെ പീഠത്തിൽ കയറിയിട്ട് അകത്ത്, എടാ കുഞ്ഞെ, നീ അപമാനം സഹിച്ചത് അതുപോലെ സഹിച്ച ഒരു കർത്താവാണത്. So like our Jesus is the one who have gone through the same sufferings that we are going through. പാപികളാൽ നേരിട്ട അപമാനം നിനക്ക് ഓർമ്മയുണ്ടോ? Can you remember what Jesus had to suffer? അടി കൊണ്ടത് ഓർമ്മയുണ്ടോ? Do you know how Jesus was beaten up? യൂതരാൽ കുത്തുകൊണ്ടത് ഓർമ്മയുണ്ടോ? Do you know how they pierced his body? മുഖത്ത് തുപ്പിയത് ഓർമ്മയുണ്ടോ? Do you know how they spat on his face? മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തപ്പോൾ, but when Jesus remembered the joy that is ahead of him. ഞാൻ വചനം തെറ്റിച്ച് പറഞ്ഞൊന്നും ചിന്തിക്കല്ല, മുൻപിൽ വെച്ച സന്തോഷിനെ ഓർത്തപ്പോൾ. So like when he remembered the face of Santhosh who is coming behind. എന്നെ ഓർത്തപ്പോൾ, എന്നെ രക്ഷിക്കണമെന്ന് ഓർത്തപ്പോൾ, when he remembered that I have to save you, ക്രൂശിനെ അലക്ഷ്യമാക്കി. Jesus did not care about the cross. അവൻ വേണ്ട കുഴപ്പമില്ലെന്ന് വെച്ചു. He did not care about the suffering. ഇന്ന് പകൽ അത് ഓർത്തിട്ട് ഓടാൻ തയ്യാറാകണം ജനം. Hallelujah. Let us think about Jesus and run our race. നമ്മുടെ പാവപ്പെട്ടവർ നോർത്ത് ഇന്ത്യ, നമ്മുടെ ദേവദാസന്മാർ പലരും നോർത്ത് ഇന്ത്യയിൽ അപമാനം സഹിക്കുന്നു. So many of our missionaries in North India they are being beaten up. കേട്ടില്ലേ, ഇന്ന് രാവിലെയും ജയ്പൂരിൽ ഒരു പാവപ്പെട്ട പാസ്റ്ററേയും കുടുംബത്തെയും പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയവർ. Even this morning during worship in Jaipur church, they endured sanctuary and beaten them up. 6 അടി നീളമുണ്ട്. Yes, there are 6 feet tall. ആരോഗ്യമുണ്ട്. We are also healthy. ഞങ്ങളുടെ കൈയും തല്ലും. We can also beat up. പക്ഷേ ഞങ്ങൾ സഹിക്കുന്നതിന്റെ കാര്യം അറിയാമോ? But why we are suffering? ഈ ഓട്ടക്കളത്തിൽ ഞങ്ങൾക്ക് ഓടിയെത്തണം. Because we have a focus ahead. ഈ ഓട്ടക്കളത്തിൽ ഞങ്ങൾക്ക് ഓടിയെത്തണം. We have a focus ahead of us. സഹിച്ചും ക്ഷമിച്ചും ഇതിനെ ഓടുന്നതിന്റെ കാരണം ഞങ്ങളുടെ ഗുരു അത് സഹിച്ചത് കൊണ്ട്, അത് ധ്യാനിച്ച ഞങ്ങൾ ഓടുന്നത്. Many times we suffer many persecutions because our Lord Jesus is our example. ഇന്നൊരു പകല് എനിക്ക് വേഗത്തിൽ നിർത്തി അടുത്ത ആരാധനയ്ക്ക് ആബിംഗ്ഹാം ചടി പോകണം. പക്ഷേ എനിക്കിത് ക്രൂശിനെ നിങ്ങളുടെ മുമ്പിൽ ധ്യാനിക്കാതെ നിർത്താൻ കഴിയില്ല. യേശു സഹിച്ചതിനെ ഇന്ന് പകൽ ധ്യാനിക്കാൻ കഴിവുള്ള പ്രിയപ്പെട്ടവർ എൻ്റെ കൂടെ എഴുന്നേറ്റ് നിന്നാട്ടെ. കർത്താവേ, എന്നെ ഓർത്തിട്ട് അവൻ ക്രൂശിനെ സഹിച്ചു, എന്നെ ഓർത്തിട്ട് അപമാനം അവൻ സഹിച്ചു, എന്നെ ഓർത്തിട്ട് ഇന്നെ അവൻ സഹിച്ചു. അതുകൊണ്ട് ഞാൻ ഈ ഓട്ടത്തിൽ നിന്ന് പോകത്തില്ല, വീണ് പോകത്തില്ല. പാപത്തെയും ഭാരത്തെ വിട്ട് ഞാൻ എൻ്റെ ഓട്ട സ്ഥിരതയോടെ തികയ്ക്കുമെന്ന് ഇന്ന് പകൽ ഞാൻ തീരുമാനമെടുക്കുകയാണ്. യേശുവേ, ദൈവത്തിന്റെ നമുക്ക് വേണ്ടി സഹിച്ച കർത്താവിന്റെ ആ സങ്കടമൊക്കെ ഒന്ന് ധ്യാനിക്കാനായിട്ട് ഇന്ന് പകൽക്ക് കുഞ്ഞെ
നീ സഹിക്കുന്ന സകലവും യേശു സഹിച്ചതാണ്. Now whatever we are going through, our Jesus has already gone through it. പാപമൊഴികെ സകലത്തിലും അവൻ പരീക്ഷിക്കപ്പെട്ടവനാണ്. He was tempted in everything but sin. നമ്മളെ ഓർത്തവൻ സഹിച്ചതാണ്. Now he remembered us and suffered it. മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തു. He remembered the joy which was ahead of him. യേശുവിന് മുമ്പിൽ വെച്ച സന്തോഷം അവന്റെ സഭയാണ്. No, it was a church of Christ. നമ്മളാണ്. It is us. ഞാനാണ്. It is me. നമ്മുടെ മുമ്പിൽ ഒരു സന്തോഷം വെച്ചിട്ടുണ്ട്. Now we also have a joy ahead of us. എന്താ നമ്മുടെ മുമ്പിൽ സന്തോഷം എന്നറിയാമോ? You know what is that joy? അതാ ആദ്യം പാടി എനിക്ക് ആനന്ദമുണ്ട് ആനന്ദമുണ്ട് That is what we read the sang today. നിത്യമായി എന്നെ സ്നേഹിച്ച ദൈവത്തിന്റെ മുഖം കാണുന്നതായ എൻ്റെ ആനന്ദം. Hallelujah. My joy is that I will see the face of my Savior one വരമവിളിയുടെ day. വിരുദിനായി ലാക്കിലേക്ക് ഞാൻ ഓടുകയാ. Oh, we are running towards the end of the race. കർത്താവേ അങ്ങ് എനിക്ക് വേണ്ടി സഹിച്ചതിനെ ഞാൻ ധ്യാനിക്കുകയാ. Lord, I remember about your sufferings. തള്ളുക നിന്റെ പാപമെല്ലാം, തള്ളുക നിന്റെ പാപമെല്ലാം, കള്ളമേറും നീന കണ്ട നീനുള്ളിൽ നീ തള്ളമേതും നീന ഏണ്ട ഉള്ളം നീ മുഴുവൻ ഉള്ളം നീ മുഴുവൻ തുറന്ന്, ഉള്ളം നീ മുഴുവൻ തുറന്ന് തള്ളയാം യേശുവേ. എല്ലാ കണ്ണുമടച്ചേ, എല്ലാ കണ്ണുമടച്ചേ, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കല്ലേ. അടുത്ത പാട്ട് പാടി പിന്നെ നമുക്ക് സ്വത്താഴ്ചക്ക് എടുക്കാം. ഒരു ധ്യാനത്തിലേക്ക് ക്രൂശിലേക്ക് നീ ധ്യാനപീഠമതിൽ കയറി, ധ്യാനപീഠമതിൽ യേശുവേ ഉള്ളിലെ കുഞ്ഞുങ്ങളെ ആരെങ്കിലും ഇന്ന് പകല് ഈ വചനത്തിന് മുമ്പിൽ സമർപ്പിച്ച കർത്താവേ എനിക്ക് എൻ്റെ ഓട്ടം ഓടിത്തിക്കണം എന്ന ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി എന്നെ മുറുകെ പറ്റുന്ന കുറച്ച് ഭാരങ്ങളൊക്കെ ഉണ്ട് കർത്താവേ, എനിക്കത് വിട്ടിട്ട് ഒന്ന് ഓടിത്തികയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും കണ്ണു തുറക്കല്ലേ ദയവായി പ്ലീസ്. ഇതൊരു കർത്തദാസൻ പുൽപിറ്റിൽ നിന്നുകൊണ്ട് പ്രസവവേദനയോ ഡെലിവറി ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് എന്നെ ചില മുഖങ്ങൾ, പരിശുദ്ധാത്മാവ് എന്നെ ചില ഭവനങ്ങൾ, പരിശുദ്ധാത്മാവ് ചില വ്യക്തികൾ ഈ പട്ടണത്തിലെ ഈ പ്രാർത്ഥനാ മുറിയിൽ എന്നെ കാണിച്ചിട്ട് പറയുകയാണ് അവർക്ക് ഓടിത്തികയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവരറിയാതെ അവരെ ഭാരപ്പെടുത്തൊരു വിഷയങ്ങളുണ്ട്. അവർ തളർന്നിരിക്കുക, അവർക്ക് എഴുന്നേറ്റ് ഓടണം എന്ന് ആഗ്രഹം. പക്ഷേ താങ്കളുടെ പ്രാർത്ഥന അവർക്ക് ആവശ്യമാണ്, ഈ സഭയുടെ പ്രാർത്ഥന ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചോദിക്കുന്നു, ഇഫ് യു വാണ്ട് എ സ്പെഷ്യൽ പ്രയർ ഫോർ ദിസ് സബ്ജക്റ്റ്, ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ could you please raise your hands? നിങ്ങളുടെ കരം ഉയർത്തി പിടിക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. കർത്താവേ എൻ്റെ ഓട്ടം എനിക്ക് തികയ്ക്കണം, എൻ്റെ ഓട്ടം എനിക്ക് തികയ്ക്കണം എന്ന ആഗ്രഹമുള്ളവർ ഏത് ഭാരമാണ് നിങ്ങളെ ഇന്ന് പകൽ അലട്ടുന്നേ? ഏത് പാപമാണ് നിങ്ങളെ മുറുകെ പിടിക്കുന്നേ? കർത്താവേ എനിക്ക് ഇത്രയും ഓളം ഓടിയിട്ട് ഞാൻ ഇപ്പോഴും ട്രാക്കിൽ തളർന്നിരിക്കുക കർത്താവേ. എനിക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ഓടാൻ കഴിയുന്നില്ല കർത്താവേ. കർത്താവേ എനിക്കൊരു നല്ല ഓട്ടം ഓടി എൻ്റെ വിരുദ് എനിക്ക് പ്രാപിക്കാൻ, അതിനെ ഫോക്കസ് ചെയ്യാൻ ഞാൻ എന്നെ സമർപ്പിക്കും. കർത്താവേ ഞാൻ ഇന്ന് പകൽ ഇവിടെ കരമുയർത്തി സമർപ്പിച്ച ഈ പ്രിയപ്പെട്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുക. നിന്റെ നാമത്തിൽ നീ എനിക്ക് നൽകിയ നിയോഗം, വചനം ഒട്ടും വെള്ളം ചേർക്കാതെ ഞാൻ ഇവരോട് പറഞ്ഞു വെച്ചു. കർത്താവേ നീ എന്നെ വിളിച്ച വിളി എന്തെന്ന് എനിക്ക് നന്നായി അറിയാം. കർത്താവേ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നിച്ച് ഞങ്ങളുടെ ഓട്ടം തികച്ച് അവിടെ കാണാൻ നീ ഇടവരുത്തണമേ. ഞങ്ങൾക്ക് മുമ്പേ ഓടി തികച്ച ഒത്തിരി ഭക്തന്മാർ ഗാലറിയിൽ നിന്നുകൊണ്ട് അവർ കരമടിച്ച് എൻകറേജ് ചെയ്ത് തരികയാണ് ഞങ്ങളെ ഓടാൻ വേണ്ടി. കർത്താവേ ഞാൻ ജനത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. ഏതൊക്കെ ഭാരമുണ്ടോ വലിച്ചെറിയട്ടെ, ഏതൊക്കെ പാവമുണ്ടോ വലിച്ചെറിയട്ടെ, എന്നിട്ട് മുന്നോട്ട് ശക്തിയോടുവാ. ഇവരുടെ മേലൊരു ശക്തിയെ ദൈവം പകരണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനാ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരു പാട്ടിന്റെ വരികൾ പാടി നമുക്ക് കർത്താവിനെ